വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം. നീ ചെന്ന് കൈവശമാക്കാൻ പോകുന്ന ദേശത്തേക്ക് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ കൊണ്ടുപോകുന്നത് കൊണ്ട് നിന്റെ മുൻപിൽ നിന്ന് അനേകം ജനതകളെ, നിന്നേക്കാൾ ഏറിയതും ശക്തവുമായ ഹിത്യർ, ഗിർഗാഷ്യർ, അമൂര്യർ, കാനാന്യർ, പെരീസ്യർ, ഹിവ്യർ, ജെബൂസ്യർ എന്നീ 7 ജനതകളെ അവിടുന്ന് നിഷ്കാസനം ചെയ്യും. നിന്റെ ദൈവമായ കർത്താവ് അവരെ നിന്റെ മുൻപിൽ ഏൽപ്പിക്കുമ്പോൾ നീ അവരെ പ്രഹരിച്ച് ഉന്മൂലനാചാര വിധേയരാക്കണം. അവരുമായി നീ ഉടമ്പടി ഉണ്ടാക്കരുത്, അവരോട് ദയ കാണിക്കുകയും അരുത്. നീ അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്. നിന്റെ പുത്രിയെ നീ അവന്റെ പുത്രന് കൊടുക്കരുത്, അവന്റെ പുത്രിയെ നിന്റെ പുത്രന് വേണ്ടി സ്വീകരിക്കുകയും അരുത്. എന്തെന്നാൽ അവൻ നിന്റെ പുത്രനെ എന്റെ പിന്നിൽ നിന്ന് അകറ്റുകയും അവർ മറ്റു ദേവന്മാരെ സേവിക്കുകയും ചെയ്യും. അപ്പോൾ കർത്താവിന്റെ കോപം നിങ്ങൾക്കെതിരെ ജ്വലിക്കുകയും അത് നിന്നെ നൊടിയിടയിൽ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യും. പ്രത്യുത ഇപ്രകാരമാണ് നിങ്ങൾ അവരോട് ചെയ്യേണ്ടത്. നിങ്ങൾ അവരുടെ ബലിപീഠങ്ങൾ മറിച്ചിടണം, സ്തംഭങ്ങൾ തകർക്കണം, അക്ഷേരാകൾ വെട്ടിവീഴ്ത്തണം, വിഗ്രഹങ്ങൾ തീയിൽ ചുട്ടെരിക്കണം. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിന് നീ ഒരു വിശുദ്ധ ജനമാണ്. ഭൂമുഖത്തുള്ള എല്ലാ ജനതകളെക്കാളും തനിക്ക് ശ്രേഷ്ഠ ജനമാകേണ്ടതിന് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് നിങ്ങളെ ഇഷ്ടപ്പെട്ടതും തെരഞ്ഞെടുത്തതും എല്ലാ ജനതകളെക്കാളും നിങ്ങൾ സംഖ്യാതീതമായിരുന്നതുകൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനങ്ങളിലും വെച്ച് തീർത്തും കുറവായിരുന്നല്ലോ. തീർച്ചയായും കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ശപഥം പാലിച്ചതുകൊണ്ടുമാണ് ശക്തമായ കരത്താൽ കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നതും ഈജിപ്ത് രാജാവായ ഫറവോയുടെ കയ്യിൽ നിന്ന്, അടിമകളുടെ ഭവനത്തിൽ നിന്ന് വിമോചനം ചെയ്തതും. അതിനാൽ ഇതു നീ അറിയണം, നിന്റെ ദൈവമായ കർത്താവ് തന്നെയാണ് ദൈവം. തന്നെ സ്നേഹിക്കുന്നവരോടും തന്റെ കൽപ്പനകൾ പാലിക്കുന്നവരോടും 1000 തലമുറകളോളം ഉടമ്പടിയും കരുണയും കാത്തുപാലിക്കുന്ന വിശ്വസ്തനായ ദൈവം. തന്നെ വെറുക്കുന്നവരെ നേരിട്ട് നശിപ്പിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യുന്നവൻ. തന്നെ വെറുക്കുന്നവനോട് നേരിട്ട് പ്രതികാരം ചെയ്യാൻ അവിടുന്ന് വൈകുകയില്ല. ആകയാൽ നീ അനുവർത്തിക്കാനായി ഞാൻ ഇന്ന് നിന്നെ അനുശാസിക്കുന്ന കൽപ്പനയും ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും നീ പാലിക്കണം. നിങ്ങൾ ഈ ന്യായപ്രമാണങ്ങൾ കേൾക്കുകയും അവ കാത്ത് അനുവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്ത ഉടമ്പടിയും കരുണയും നിന്നോടും പാലിക്കും. അവിടുന്ന് നിന്നെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിനക്ക് തരാനായി അവിടുന്ന് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഭൂമിയിൽ നിന്റെ ഉദരഫലത്തെയും ഭൂഫലത്തെയും ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയെയും കന്നുകാലി പ്രജനത്തെയും അജഗർഭങ്ങളെയും അവിടുന്ന് ആശീർവദിക്കും. നീ എല്ലാ ജനങ്ങളെയും കാൾ അനുഗ്രഹീതനായിരിക്കും. നിന്നിലോ നിന്റെ മൃഗഗണത്തിലോ ഷണ്ടനോ വന്തിയോ ഉണ്ടായിരിക്കുകയില്ല. കർത്താവ് നിന്നിൽ നിന്ന് ഏതു രോഗവും അകറ്റു. നീ അറിഞ്ഞിട്ടുള്ള ഈജിപ്തിന്റെ ദുർവ്യാധികളൊന്നും അവിടുന്ന് നിനക്ക് വരുത്തുകയില്ല. എന്നാൽ നിന്നെ വെറുക്കുന്നവർക്കെല്ലാം അവ നൽകും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് ഏൽപ്പിച്ചു തരുന്ന ജനങ്ങളെയെല്ലാം നീ സംഹരിക്കണം. അവരുടെ മേൽ നിന്റെ ദയാകടാക്ഷം ഉണ്ടാകരുത്. അവരുടെ ദേവന്മാരെ നീ സേവിക്കരുത്, എന്തെന്നാൽ അത് നിനക്ക് കെണിയാകും. ഈ ജനതകൾ എന്നേക്കാൾ വലുതാണ്, അവരെ എങ്ങനെ എനിക്ക് നിഷ്കാസനം ചെയ്യാനാകും എന്നു നീ ഹൃദയത്തിൽ ചോദിക്കുന്നുവെന്നിരിക്കട്ടെ. നീ അവരെ ഭയപ്പെടേണ്ടതില്ല. നിന്റെ ദൈവമായ കർത്താവ് ഫറവോയോടും എല്ലാ ഈജിപ്തുകാരോടും ചെയ്തത് ഒന്നോർത്തു നോക്കൂ. നിന്റെ കണ്ണുകൾ കണ്ട മഹാപരീക്ഷകൾ, നിന്റെ ദൈവമായ കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവന്ന അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, ശക്തമായ കരം, നീട്ടിയ ഭുജം എന്നിവ. ആരുടെ മുമ്പിൽ നീ ഭയപ്പെടുന്നുവോ ആ ജനങ്ങളോടെല്ലാം നിന്റെ ദൈവമായ കർത്താവ് അതുപോലെ തന്നെ പ്രവർത്തിക്കും. മാത്രമല്ല അവശേഷിക്കുന്നവരും നിന്റെ മുൻപിൽ നിന്ന് സ്വയം ഒളിക്കുന്നവരും നശിക്കുന്നത് വരെ അവരുടെ ഇടയിലേക്ക് കടന്നൽ കൂട്ടത്തെ നിന്റെ ദൈവമായ കർത്താവ് അയക്കും. അവരുടെ മുൻപിൽ നീ സംഭീതനാകരുത്. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് വലിയവനും ഭീതിതനുമായ ദൈവമായി നിന്റെ മധ്യേയുണ്ട്. നിന്റെ ദൈവമായ കർത്താവ് ഈ ജനതകളെ
നിന്റെ മുൻപിൽ നിന്ന് ഘട്ടം ഘട്ടമായി പുറന്തള്ളും. അവരെ തിടുക്കത്തിൽ ഇല്ലാതാക്കാൻ നിനക്ക് കഴിയാതിരിക്കുന്നത് കൊണ്ട് വന്യമൃഗഗണം നിനക്കെതിരെ പെരുകാതിരിക്കും. നിന്റെ ദൈവമായ കർത്താവ് അവരെ നിന്റെ മുൻപിൽ ഏൽപ്പിച്ചു തരും. അവർ ഇല്ലായ്മ ചെയ്യപ്പെടുന്നത് വരെ അവിടുന്ന് അവരെ വലിയ പരിഭ്രാന്തിക്കിരയാക്കുകയും ചെയ്യും. അവരുടെ രാജാക്കന്മാരെ അവിടുന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ആകാശത്തിന് കീഴിൽ നിന്ന് അവരുടെ നാമം നീ നശിപ്പിക്കും. നീ അവരെ ഇല്ലായ്മ ചെയ്യുന്നത് വരെ ആരും നിന്റെ മുൻപിൽ നിലയുറപ്പിക്കുകയില്ല. അവരുടെ ദേവവിഗ്രഹങ്ങൾ നിങ്ങൾ അഗ്നിയിൽ ദഹിപ്പിക്കണം. നീ അതുവഴി കെണിയിലകപ്പെടാതിരിക്കാൻ അവയ്ക്ക് മേലുള്ള വെള്ളിയോ സ്വർണമോ നീ മോഹിക്കുകയോ നിനക്കായി എടുക്കുകയോ അരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന് അത് നിന്ദ്യവസ്തുവാണ്. നിന്ദ്യവസ്തു നീ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകരുത്. അതിനെ പോലെ നീയും നിഷിദ്ധനാകും. നീ അത് നിശേഷം വെറുക്കുകയും പൂർണ്ണമായി വർജിക്കുകയും വേണം. എന്തെന്നാൽ അത് നിഷിദ്ധ വസ്തുവാണ്. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം. നിങ്ങൾ ജീവിക്കുന്നതിനും പെരുകുന്നതിനും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാർക്കായി ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് പ്രവേശിച്ച് അത് കൈവശമാക്കുന്നതിനും വേണ്ടി ഇന്ന് ഞാൻ നിന്നെ അനുശാസിക്കുന്ന ഓരോ കൽപ്പനയും നിറവേറ്റാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നീ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുമോ ഇല്ലയോ എന്ന് നിന്റെ ഹൃദയത്തിലുള്ളത് പരീക്ഷിച്ചറിയാനായി നിന്നെ എളിമപ്പെടുത്താൻ വേണ്ടി ഈ 40 സംവത്സരം നിന്റെ ദൈവമായ കർത്താവ് മരുഭൂമിയിലൂടെ നിന്നെ നടത്തിയ ഓരോ വഴിയും നീ ഓർക്കണം. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ലെന്നും അവൻ ജീവിക്കുന്നത് കർത്താവിന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്നതെല്ലാം കൊണ്ടുമാണെന്നും നിന്നെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് നിന്നെ എളിമപ്പെടുത്തുകയും പട്ടിണിയിലാക്കുകയും നീ അറിയാത്ത നിന്റെ പിതാക്കന്മാർക്ക് അജ്ഞാതമായ മന്ന നിന്നെ തീറ്റിക്കുകയും ചെയ്തത്. ഈ 40 സംവത്സരം നിന്റെ മേലുണ്ടായിരുന്ന പുറംകുപ്പായം ജീർണിച്ചില്ല, നിന്റെ കാൽ വീങ്ങിയുമില്ല. ഒരുവൻ തന്റെ പുത്രന് ശിക്ഷണം നൽകുന്നത് പോലെ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് ശിക്ഷണം നൽകുകയാണെന്ന് നീ ഹൃദയപൂർവ്വം ഗ്രഹിക്കണം. അതിനാൽ നിന്റെ ദൈവമായ കർത്താവിന്റെ മാർഗങ്ങളിലൂടെ ചരിക്കാനും അവിടുത്തെ ഭയപ്പെടാനുമായി അവിടുത്തെ കൽപ്പനകൾ നീ പാലിക്കണം. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു നല്ല ദേശത്തേക്കാണ്. താഴ്വരയിലും മലയിലും നിർഗളിക്കുന്ന നീർച്ചാലുകളുടെയും ഉറവകളുടെയും ആഴജലങ്ങളുടെയും ദേശം, ഗോതമ്പ്, ബാർലി, മുന്തിരി, അത്തി, മാതളനാരകം എന്നിവയുടെ ദേശം, എണ്ണയ്ക്കുള്ള ഒലിവിന്റെയും തേനിന്റെയും ദേശം, ദാരിദ്ര്യത്തിലാകാത്ത ദേശം. നീ അതിൽ അപ്പം ഭക്ഷിക്കും. അതിൽ നിനക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. അതിന്റെ കല്ലുകൾ ഇരുമ്പായുള്ള ദേശം. അതിന്റെ മലകളിൽ നിന്ന് നീ ചെമ്പ് ഖനനം ചെയ്യും. നീ ഭക്ഷിക്കും, സംതൃപ്തനാകും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയ നല്ല ദേശത്തെ പ്രതി നീ അവിടുത്തെ വാഴ്ത്തും. ഞാൻ ഇന്ന് നിന്നെ അനുശാസിക്കുന്ന അവിടുത്തെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ നിന്റെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാൻ നിനക്ക് ഇടവരാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുക. അങ്ങനെയല്ലെങ്കിൽ നീ ഭക്ഷിച്ച് സംതൃപ്തനാകുകയും നല്ല വീടുകൾ പണിതു താമസിക്കുകയും നിന്റെ കന്നുകാലി ഗണവും ആട്ടിൻ പറ്റവും പെരുകുകയും നിനക്ക് വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും നിനക്കുള്ളതെല്ലാം സമൃദ്ധമാകുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം അഹങ്കരിക്കുകയും നിന്നെ അടിമകളുടെ ഭവനമായ ഈജിപ്ത് നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവിനെ നീ വിസ്മരിക്കുകയും ചെയ്യും. അവിടുന്നാണല്ലോ ആഗ്നേയ സർപ്പവും തേളിൻ കൂട്ടവുമുള്ള വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട വിപുലവും ബീഭത്സവുമായ മണൽക്കാട്ടിലൂടെ നിന്നെ നടത്തിയവൻ. നിനക്ക് വേണ്ടി കരിമ്പാറയിൽ നിന്ന് ജലം പുറപ്പെടുവിച്ചവൻ. നിന്റെ പിതാക്കന്മാർക്ക് അജ്ഞാതമായിരുന്ന മരുഭൂമന്ന നിന്നെ തീറ്റിച്ചവൻ. നിന്നെ പരീക്ഷിക്കാനും നിന്നെ എളിമപ്പെടുത്താനും അങ്ങനെ നിന്റെ പിൽക്കാലത്ത് നിനക്ക് നന്മയുളവാക്കാനുമായിരുന്നു അത്. അല്ലാത്ത പക്ഷം എന്റെ ശക്തിയും എന്റെ കരബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറയും. സമ്പത്തുണ്ടാക്കുന്നതിന് നിനക്ക് ശക്തി തരുന്നവൻ നിന്റെ ദൈവമായ കർത്താവാണെന്നതുകൊണ്ട് അവിടുത്തെ നീ സ്മരിക്കണം. അങ്ങനെയായാൽ നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്ത ഉടമ്പടി അവിടുന്ന് ഇന്നത്തേതുപോലെ ഉറപ്പിക്കും. എന്നാൽ നീ നിന്റെ ദൈവമായ കർത്താവിനെ തീർത്തും വിസ്മരിക്കുകയും മറ്റു ദേവന്മാരുടെ പിറകെ നടക്കുകയും അവയെ സേവിക്കുകയും അവയ്ക്ക് ആരാധന അർപ്പിക്കുകയും ചെയ്താൽ നീ നിശേഷം നശിച്ചു പോകുമെന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്കിടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം
നിങ്ങൾ കേൾക്കാതിരിക്കുന്ന പക്ഷം നിങ്ങളുടെ മുൻപിൽ നിന്ന് കർത്താവ് നശിപ്പിക്കാനിരിക്കുന്ന ജനതകളെ പോലെ തന്നെ നിങ്ങളും നശിക്കും. 119 സങ്കീർത്തനം 151 മുതൽ 176 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ, അങ്ങ് സമീപസ്ഥനാണ്. ദിവ്യകൽപ്പനകളെല്ലാം സത്യമാണ്. അങ്ങ് അവയെ നിത്യമായി സ്ഥാപിച്ചിരിക്കുന്നെന്ന് അങ്ങയുടെ സാക്ഷ്യങ്ങളിൽ നിന്ന് ഞാൻ പണ്ടേ അറിഞ്ഞിട്ടുള്ളതാണ്. എന്റെ പീഡകൾ കണ്ട് അങ്ങ് എന്നെ വിടുവിക്കണമേ. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമം മറന്നിട്ടില്ല. എന്റെ വ്യവഹാരം വാദിച്ച് എന്നെ വീണ്ടെടുക്കണമേ. അങ്ങയുടെ വചസ്സിനായി എന്നെ ഉജ്ജീവിപ്പിക്കണമേ. രക്ഷ ദുഷ്ടരിൽ നിന്ന് അകലെയായത് അവർ അങ്ങയുടെ ചട്ടങ്ങൾ അന്വേഷിക്കാതിരുന്നതിനാലാണ്. കർത്താവെ, അങ്ങയുടെ ആർദ്രത ഏറെയാണ്. അങ്ങയുടെ ന്യായവിധികൾക്കൊത്ത് എന്നെ ഉജ്ജീവിപ്പിക്കണമേ. എന്നെ അനുധാവനം ചെയ്യുന്നവരും വൈരികളും ഏറെയാണ്. അങ്ങയുടെ സാക്ഷ്യങ്ങളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല. അങ്ങയുടെ വചസ്സ് പാലിക്കാത്ത അവിശ്വസ്തരെ കണ്ടിട്ട് എനിക്ക് നീരസമുണ്ടാകുന്നു. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ സ്നേഹിച്ചെന്ന് കാണണമേ. കർത്താവെ, അങ്ങയുടെ കാരുണ്യാനുസൃതം എന്നെ ഉജ്ജീവിപ്പിക്കണമേ. അങ്ങയുടെ വചനത്തിന്റെ കാതൽ സത്യമാണ്. അങ്ങയുടെ ഓരോ നീതി ന്യായവിധിയും ശാശ്വതമാണ്. പ്രഭുക്കന്മാർ അകാരണമായി എന്നെ പിന്തുടർന്നു. എന്റെ ഹൃദയമാകട്ടെ തിരുവചനങ്ങൾ മൂലമാണ് ഭീതി പൂണ്ടത്. വൻകൊള്ള മുതൽ കണ്ടെത്തിയവനെ പോലെ ഞാൻ അങ്ങയുടെ വചസ്സിനെ പ്രതി പുളകം കൊണ്ടു. വ്യാജം ഞാൻ വെറുക്കുകയും അറപ്പായി കരുതുകയും ചെയ്തു. അങ്ങയുടെ നിയമത്തെ ഞാൻ സ്നേഹിച്ചു. അങ്ങയുടെ നീതി ന്യായവിധികളെ പ്രതി ദിവസം 7 പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിച്ചു. തിരുനിയമത്തെ സ്നേഹിക്കുന്നവർക്ക് സമാധാനം സമൃദ്ധമാണ്. അവർക്ക് ഒരു പ്രതിബന്ധവും ഉണ്ടാവുകയില്ല. കർത്താവെ, അങ്ങയുടെ രക്ഷയ്ക്കായി പ്രതീക്ഷയർപ്പിച്ച് ഞാൻ ദിവ്യകൽപ്പനകൾ നിവർത്തിച്ചു. എന്റെ ആത്മാവ് അങ്ങയുടെ സാക്ഷ്യങ്ങൾ പാലിച്ചു. ഞാൻ അവയെ അത്യധികം സ്നേഹിക്കുന്നു. ദിവ്യപ്രമാണങ്ങളും സാക്ഷ്യങ്ങളും ഞാൻ പാലിച്ചു. എന്റെ വഴികളെല്ലാം തിരുമുൻപിലുണ്ടല്ലോ. കർത്താവെ, എന്റെ വിലാപം തിരുസന്നിധിയെ സമീപിക്കട്ടെ. അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എനിക്ക് ഉൾക്കാഴ്ച നൽകണമേ. എന്റെ യാചന തിരുസന്നിധിയിൽ എത്തുമാറാകട്ടെ. അങ്ങയുടെ വചസ്സനുസരിച്ച് എന്നെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ചട്ടങ്ങൾ അങ്ങ് എന്നെ പഠിപ്പിച്ചതുകൊണ്ട് എന്റെ അധരങ്ങൾ സ്തുതി ഉതിർക്കട്ടെ. അങ്ങയുടെ ന്യായവിധികളെല്ലാം നീതിയുക്തമായതുകൊണ്ട് എന്റെ നാവ് ദിവ്യവചസ് പ്രതിവചിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് അങ്ങയുടെ കരം എന്നെ സഹായിക്കാനുണ്ടായിരിക്കട്ടെ. കർത്താവെ, ഞാൻ അങ്ങയുടെ രക്ഷ കാംക്ഷിക്കുന്നു. അങ്ങയുടെ നിയമമാണ് എന്റെ ആമോദം. അങ്ങയെ സ്തുതിക്കുന്നതിന് എന്റെ ആത്മാവ് ജീവിക്കട്ടെ. അങ്ങയുടെ ന്യായവിധികൾ എന്നെ സഹായിക്കട്ടെ. നഷ്ടപ്പെട്ട ആടിനെ പോലെ ഞാൻ വഴിതെറ്റിപ്പോയി. അങ്ങയുടെ ദാസനെ തേടണമേ. തിരുകൽപ്പനകൾ ഞാൻ വിസ്മരിച്ചിട്ടില്ലല്ലോ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു സാബത്ത് ദിവസം യേശു ധാന്യവയലിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ കതിരുകൾ പറിച്ച് കൈകൊണ്ട് തിരുമ്മി തിന്നുകൊണ്ടിരുന്നു. ഫരിസേയരിൽ ചിലർ ചോദിച്ചു, എന്തുകൊണ്ടാണ് സാബത്തിൽ നിഷിദ്ധമായത് നിങ്ങൾ ചെയ്യുന്നത്? യേശു മറുപടി പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും കൂടെ ഉണ്ടായിരുന്നവരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദൈവത്തിന്റെ ഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം എടുത്തു ഭക്ഷിക്കുകയും കൂടെ ഉണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തതെങ്ങനെ? അവൻ അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ സാബത്തിന്റെ കർത്താവാകുന്നു. മറ്റൊരു സാബത്തിൽ അവൻ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിക്കുകയായിരുന്നു. അവിടെ വലത്തുകൈ ശോഷിച്ച ഒരുവനുണ്ടായിരുന്നു. നിയമജ്ഞരും ഫരിസേയരും അവനിൽ കുറ്റം ആരോപിക്കാൻ പഴുതുനോക്കി സാബത്തിൽ സുഖപ്പെടുത്തുമോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവൻ അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് കൈ ശോഷിച്ചവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നടുക്കു നിൽക്കുക. അവൻ എഴുന്നേറ്റു നിന്നു. യേശു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം? അവൻ ചുറ്റുമുള്ളവരെയെല്ലാം നോക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു, നിന്റെ കൈ നീട്ടുക. അവൻ അങ്ങനെ ചെയ്തു. അവന്റെ കൈ സുഖപ്പെട്ടു. അവർ രോഷം പൂണ്ട് യേശുവിനെ എന്താണ് ചെയ്യേണ്ടതെന്ന് പരസ്പരം ആലോചിച്ചു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ